പ്രിയമുള്ളവരെ, വചനജ്വാല 1684 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 11 ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 51 അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ബാബിലോണിയനും കൽദായ നിവാസികൾക്കുമെതിരെ ഞാനൊരു സംഹാരകനെ അയക്കും. പാറ്റുന്നവരെ ഞാൻ ബാബിലോണിലേക്ക് അയക്കും. ദുരിതത്തിന്റെ നാളിൽ അവർ വന്ന് അവളെ പാറ്റി ശൂന്യനാക്കും. അവളെ വില്ലാളികളെ വില്ലുകുലയ്ക്കാനും അവളുടെ വില്ലാളികളെ വില്ലുകുലയ്ക്കാനും പടയാളികളെ പോർച്ചട്ട അണിയാനും അനുവദിക്കരുത്. അവളുടെ യുവാക്കൾ അവശേഷിക്കരുത്. സൈന്യം മുഴുവൻ നശിക്കട്ടെ. അവർ കൽദായ ദേശത്ത് മരിച്ചു വീഴും. തെരുവീതികളിൽ മുറിവേറ്റ് കിടക്കും. ഇസ്രായേലിനെയും യൂദായെയും അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനെതിരായ തിന്മകൾ കൊണ്ട് കൽദായരുടെ നാട് നിറഞ്ഞിരിക്കുന്നു. ബാബിലോണിൽ നിന്ന് ഓടിയകലുവിൻ. അവളുടെ ശിക്ഷയിൽ നിങ്ങൾ നശിക്കാതിരിക്കട്ടെ. ഇത് കർത്താവിന്റെ പ്രതികാര ദിനമാണ്. അവിടുന്ന് അവൾക്ക് പ്രതിഫലം നൽകുന്നു. ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ ചഷകമായിരുന്നു കർത്താവിന്റെ കൈകളിൽ ബാബിലോൺ. അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു. ബാബിലോൺ പെട്ടെന്ന് വീണു തകർന്നു. അവളെ ഓർത്ത് വിലപിക്കുവിൻ. അവളുടെ മുറിവുകൾക്ക് തൈലം അന്വേഷിക്കുവിൻ. അവൾ സുഖം പ്രാപിച്ചേക്കും. ബാബിലോണിലെ നമ്മൾ ചികിത്സിച്ചു, എങ്കിലും അവൾ സുഖം പ്രാപിച്ചില്ല. അവളെ മറന്നേക്കുക. നമുക്ക് നമ്മുടെ ദേശങ്ങളിലേക്ക് മടങ്ങാം. അവളുടെ ശിക്ഷാവിധി സ്വർഗം വരെ എത്തുന്നു. അത് ആകാശം വരെ ഉയരുന്നു. കർത്താവ് നമുക്ക് വേണ്ടി നീതി നടത്തിയിരിക്കുന്നു. വരുവിൻ, നമ്മുടെ ദൈവമായ കർത്താവിന്റെ പ്രവൃത്തികൾ സിയോനിൽ നമുക്ക് പ്രഘോഷിക്കാം. അസ്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടുവിൻ. ആവനാഴി നിറയ്ക്കുവിൻ. മിദിയാൻ രാജാക്കന്മാരെ കർത്താവ് ഇളക്കിവിട്ടിരിക്കുന്നു. ബാബിലോണിനെ നശിപ്പിക്കാൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഇത് കർത്താവിന്റെ പ്രതികാരമാണ്, അവിടുത്തെ ആലയത്തിന് വേണ്ടിയുള്ള പ്രതികാരം. ബാബിലോണിന്റെ കോട്ടകൾക്കെതിരെ യുദ്ധക്കൊടി ഉയർത്തുവിൻ. കാവൽപ്പടയെ ശക്തമാക്കുവിൻ. കാവൽപ്പടന്മാർ സ്ഥാനം പിടിക്കട്ടെ. കെണികൾ ഒരുക്കുവിൻ. ബാബിലോൺ നിവാസികൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് നിറവേറ്റിയിരിക്കുന്നു. സമൃദ്ധമായ ജലാശയത്തിനരികെ വസിക്കുന്ന അളവറ്റ ധനത്തിനുടമയായ നിന്റെ അന്ത്യം ആസന്നമായി. ഇതാ നിന്റെ ജീവധാര അറ്റിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് സ്വന്തം നാമത്തിൽ ശപഥം ചെയ്തിരിക്കുന്നു. വെട്ടുകിളികളെ പോലെ എണ്ണമറ്റ ഭടന്മാരെ ഞാൻ നിനക്കെതിരെ നിരത്തും. അവർ വിജയാരവം മുഴക്കും. തന്റെ ശക്തിയാൽ അവിടുന്ന് ഭൂമിയെ സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ ലോകത്തെ ഉറപ്പിച്ചു. അറിവിനാൽ ആകാശത്തെ വിരിച്ചു. അവിടുന്ന് ഗർജിക്കുമ്പോൾ ആകാശത്തിന് മുകളിലെ ആഴികൾ അലറുന്നു. ദിഗന്ധങ്ങളിൽ നിന്ന് കാർമേഘങ്ങളെ ഉയർത്തുന്നു. മഴ പെയ്യിക്കാൻ മിന്നൽ പിണരുകളെ അയക്കുന്നു. തന്റെ അറപ്പുരകളിൽ നിന്ന് കാറ്റിനെ അഴിച്ചുവിടുന്നു. ഇവയുടെ മുൻപിൽ മനുഷ്യർ വിസ്മയിച്ച് വിഡ്ഢികളായി നിൽക്കുന്നു.
സ്വർണശില്പി താൻ നിർമ്മിച്ച വിഗ്രഹത്തെ ചൊല്ലി ലജ്ജിക്കുന്നു. അവന്റെ ശില്പങ്ങൾ വ്യാജമത്രേ, ജീവശ്വാസം അവയിലില്ല. അവ വ്യർത്ഥമാണ്, വെറും മിഥ്യാമൂർത്തികൾ. ശിക്ഷാദിനത്തിൽ അവ നാശമടയും. യാക്കോബിന്റെ അവകാശമായകൻ അതുപോലെയല്ല. അവിടെന്നാണ് സകലത്തിനും രൂപം നൽകിയത്. ഇസ്രായേൽ അവിടുത്തെ സ്വന്തം ഗോത്രമാണ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. നീ എന്റെ കയ്യിലെ കൂടമാണ്, എന്റെ ആയുധം. നിന്നെക്കൊണ്ട് ജനതകളെ ഞാൻ ചിതറിക്കും, സാമ്രാജ്യങ്ങളെ തകർക്കും. കുതിരകളെയും കുതിരക്കാരെയും രഥങ്ങളെയും സാരഥികളെയും ഞാൻ ചിതറിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ക്രാക്കോയിലെ വിശുദ്ധ സ്റ്റാനിസ്ലാവൂസ് മെത്രാനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. അനീതി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഗവൺമെന്റിനെയും രാജാവിനെയും വിമർശിച്ചു കൊണ്ടിരുന്നു. രാജാവ് മെത്രാനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ബിഷപ്പ് രാജാവിനെ മഹറോൻ ചൊല്ലി. അതിനെ തുടർന്ന് പടയാളികളോട് ബിഷപ്പിനെ വധിക്കാൻ പറഞ്ഞെങ്കിലും അവർ വിസമ്മതിക്കിയാൽ രാജാവ് തന്നെ ബിഷപ്പിനെ വധിച്ചു. തുടർന്ന് രാജാവ് അനുതപിച്ച് ബെനഡിക്റ്റൻ ആശ്രമത്തിൽ താമസിക്കുകയാണുണ്ടായത്. പ്രിയമുള്ളവരെ, ഇന്ന് തന്നെ ഒരുപാട് രോഗത്തിന് അടിമയും പഞ്ചക്ഷതധാരിയുമായ വിശുദ്ധ ജർമൽ ഖാനിയെയും അനുസ്മരിക്കുന്ന ദിനം കൂടെയാണ്. കന്യാസ്ത്രീയാകണമെന്നായിരുന്നു തന്റെ ആഗ്രഹം. ആരും അവളെ സ്വീകരിച്ചില്ല. ജമ്മ ഗൽഖാനിക്ക് കാവൽമാലാക പല സേവനങ്ങളും ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. ക്ഷയരോഗം മൂലം 1903 ഏപ്രിൽ 11 25 വയസ്സിൽ ജന്മ ക്രൂശിതനിലേക്ക് യാത്ര തിരിച്ചു. 1940 വിശുദ്ധ എന്ന് പ്രഖ്യാപനം ഉണ്ടായി. പ്രിയമുള്ളവരെ, പഞ്ചക്ഷതധാരിയായ വിശുദ്ധ ജമ്മെ ഗൽഖാനിയുടെയും ക്രാക്കോയിലെ വിശുദ്ധ സ്റ്റാനിസ്ലാവൂസ് മെത്രാന്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.